Opening hours with MyFin. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അപ്ഡേറ്റ്സ് അറിയേണ്ടതുണ്ട്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് വരുമ്പോൾ ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. വിപണി നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് ആണ് കാണുന്നത്. 25,299 എന്നൊരു നിലയിൽ 108 പോയിന്റ് ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50-ൽ സാറിൻ്റെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, ഇന്ന് ഞാൻ മാർക്കറ്റിൽ ഇടിവുണ്ടെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല ഇസ് ദി ബെറ്റർ വേ ടു സേ ദാറ്റ്. സോ നിഫ്റ്റി 50യുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് എനിക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50ക്ക് ഇന്ന് 25,100 പോയിന്റിന്റെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 25,500 പോയിന്റ് ആയിരിക്കണം. ആൻഡ് ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും എനിക്ക് ഡിഫൻസ് സെക്ടറിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സാർ, എന്തായാലും നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോൾ 59,870 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 87 പോയിന്റിന്റെ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 60,100 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ താമസിക്കാതെ തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ എടുത്തു പറയാനുള്ള രണ്ട് സ്റ്റോക്ക്, ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റേത് ഇന്ത്യൻ ബാങ്ക്. ഈ രണ്ട് ബാങ്കിങ് സ്റ്റോക്സിലും ഇപ്പോൾ നിലവിൽ എനിക്ക് നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സാർ, സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഇന്നലെ നമുക്ക് മെറ്റലിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിന് ഇന്ന് മെറ്റലിലോട്ട് വരുമ്പോൾ നമുക്കൊരു സെല്ലിംഗ് ആണ് കാണുന്നത്. 3.94% ഇടിവ് കാണുന്നുണ്ട്. മെറ്റൽ ഇൻഡെക്സിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? നമ്മൾ മെറ്റൽ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ മെറ്റൽ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡിസംബർ മാസത്തിന് ശേഷം കാര്യമായിട്ട് ഈ ഒരു സെക്ടറിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. അറ്റ് ദ മൊമെന്റ് നമുക്ക് മെറ്റൽ സെക്ടറിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. പ്രദീപ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സൂരജ്. പ്രദീപ്, നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ ചാർട്ട് ഒന്ന് നോക്കുമോ പ്രദീപ്? കാര്യം ഇപ്പം നമുക്കറിയാലോ, ഇറാൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ക്രൂഡ് ലാസ്റ്റ് ടൈം ആയി സോ അത് ഏതാണ്ട് $70 അടുപ്പിച്ച് വരെ എത്തിയിരുന്നു. 68-ലായിരുന്നു ഞാൻ പിന്നെ നോക്കിയപ്പോൾ അത് ട്രേഡ് ചെയ്തിരുന്നത്. ആ ക്രൂഡ് മാർക്കറ്റ് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ ചാർട്ടിൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് ഉണ്ടോ പ്രദീപ്? ക്രൂഡിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് കണ്ടിന്യൂസ്ലി നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ആ നേട്ടത്തിനെ തുടർന്ന് വി ക്യാൻ കൺഫേം ദാറ്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നേരിയ ഇടിവ്, ഇറ്റ് ഈസ് എ വെരി നാച്ചുറൽ ഹെൽത്തി ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് WTI ക്രൂഡിന്റെ കേസിൽ മേജർ സപ്പോർട്ട് $61 കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഈ ഒരു കറക്ഷൻ അടുത്ത 2 സെഷൻസിൽ തുടരുകയാണെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. പ്രദീപ്, ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഇങ്ങനെ കയറുകയാണെങ്കിൽ ക്രൂഡ് ഇൻപുട്ടായിട്ട് എടുക്കുന്ന പല കമ്പനിക്കും, എസ്പെഷ്യലി ഞാൻ ചോദിക്കുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബിസിനസ്സായ, ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നില്ല, ഫേവറേറ്റ് ബിസിനസ്സായ ഏഷ്യൻ പെയിൻസ് ആണ്. ഏഷ്യൻ പെയിൻസ് പൊതുവേ റിസൾട്ട്സും ഏർണിങ്സും വളരെ സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്നുള്ള കാര്യം അറിയാം. ചെറിയൊരു വീക്ക്നെസ്സും ഡൗൺവേർഡ് ബയസും ആ സ്റ്റോക്ക് കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് ചെറിയ രീതിയിൽ 0.4% അപ്പാണ് എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ബോട്ടം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഓയിൽ പ്രൈസസിന്റെ ഇമ്പാക്ട് ഏഷ്യൻ പെയിൻസിന്റെ സ്റ്റോക്സിൽ വരാനുള്ള സാധ്യതകളുണ്ടോ പ്രദീപ്? സൂരജ്, നമ്മളിപ്പോൾ ഏഷ്യൻ പെയിൻസിന്റെ നവംബർ മുതലുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നവംബർ മാസം മുതൽ തന്നെ ഗ്രാജുവലായിട്ട് ഈ ഒരു സ്റ്റോക്കിലെ സെല്ലിംഗ് നടന്നിരുന്നു.
ബട്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10-12 ട്രേഡിംഗ് സെഷൻസിൽ ഹെവി സെല്ലിംഗ് നടന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു നേരിയ റിക്കവറി അറ്റ് ദ മൊമെന്റ് ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇത് ഒരു വിധത്തിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 2520 മുതൽ 2600 ഈ ഒരു റേഞ്ചിലായിരിക്കും. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അറ്റ് ദിസ് മൊമെന്റ് എൻറ്റയർ പെയിന്റ് സെക്ടർ, അതായത് ബർജർ പെയിന്റ്സ്, ആക്സോ നൊബേൽ, കൺസൈൻ, നെറോലാക്ക്, ഏത് പെയിന്റ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രദീപ്, എനിക്ക് മാക്സ് ഹെൽത്ത് കെയറിൻ്റെ ചാർട്ട് ഒന്ന് എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ പൊതുവേ ഫണ്ടമെൻ്റലി മാക്സ് ഹെൽത്ത് കെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ബ്രോക്കറേജ് റിപ്പോർട്ട്സും പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ക്യാപെക്സ് സൈക്കിൾ അവസാനിച്ചു, ഇനി ഒരു ക്യാഷ് ഫ്ലോൻ്റെ സൈക്കിളിലേക്ക് കയറുന്നു എന്നും അതുമാത്രമല്ല മാക്സിന് എന്തുകൊണ്ട് ഹയർ പി എന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസും ആണെന്നുള്ളതാണ് ജെഫ്രീസും CLSയും UBSൻ്റെ ഒക്കെ നോട്ട്സ് അതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ്. അതെന്തെങ്കിലും എന്നാൽ ഇന്നലെയൊക്കെ മാർക്കറ്റിൽ നല്ല രീതിയിൽ മാക്സ് ഹെൽത്ത് കെയർ താഴേക്ക് വീണു എന്നുള്ളത് അറിയാം. ഏതാണ്ട് 960 970 റേഞ്ചിലാണ്. ടെക്നിക്കലി അതിന് എവിടെയെങ്കിലും ഒരു ബോട്ടം പ്രദീപ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയായിരിക്കാം ഒരു ഈ പറയുന്ന പോലെ ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യത മാക്സ് ഹെൽത്ത് കെയറിൻ്റെ ചാർട്ട്സിൽ? അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു ജൂൺ മാസം മുതൽ മാക്സ് ഹെൽത്തിന്റെ കേസിലും വളരെ ഹെവി സെല്ലിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിപ്പോൾ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ 940 രൂപ കാണുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1060 അതിനുശേഷം 1870 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഈ രണ്ട് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. Opening hours with MyFit.